യേശുവിനോടൊപ്പമുള്ള യാത്ര. സ്വർഗീയമായത് ചിന്തിക്കുന്ന ജീവിതം. കൊലോസ്യർ 3-ാം അധ്യായം 2-ാം വാക്യം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നോമ്പിൻ്റെ ഈ നാളുകളിൽ നമ്മുടെ ചിന്തകളെ ഒന്നുകൂടെ ക്രമീകരിക്കുവാൻ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം രാജാവായി വാഴുന്ന സ്വർഗരാജ്യത്തിൻ്റെ അംഗങ്ങളാണ് ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും സ്വർഗീയമായതിൽ വയ്ക്കണം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്ന പൗലോസിൻ്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതാണ്. നമ്മുടെ പ്രതീക്ഷകളും നിക്ഷേപവും സ്വർഗത്തിൽ സ്വരൂപിച്ച് രക്ഷിതാവായ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനായി ഒരുങ്ങി കാത്തിരിക്കണം എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ലോകപരമായ കാര്യങ്ങളിൽ ചിന്തിച്ച് സമയം കളയാതെ സ്വർഗീയമായവയെക്കുറിച്ച് ചിന്തിക്കാനും സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കാനും ദൈവം നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ ഭൗതിക ലോകം എന്നത് താൽക്കാലികം എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു എന്ന വചനം പോലെ ഈ ലോകത്തിൻ്റെ അഴിഞ്ഞു പോകുന്ന മോഹങ്ങളെ ലക്ഷ്യം വയ്ക്കാതെ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് അനുദിനം ജീവിക്കാം. ഫിലിപ്പിയർ 3-ാം അധ്യായം 20-ാം വാക്യം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. അവിടെ നിന്നു കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. കർത്താവായ യേശുവിലൂടെ സ്വർഗീയ പൗരത്വം ലഭിച്ചവരായ നാം സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ നമ്മുടെ ലക്ഷ്യം സ്വർഗീയമായവയിൽ വയ്ക്കാം. നമ്മുടെ ചിന്തകളെ ഒന്നുകൂടെ ക്രമീകരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന എല്ലാറ്റിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാ ജഡീക മോഹങ്ങളും വെടിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം നയിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. സ്വർഗീയമായവയിൽ ലക്ഷ്യം വെച്ച് അനുദിനം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ ക്രമീകരിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അനുദിനം വഴി നടത്തണമേ. എല്ലാ ജഡീക മോഹങ്ങളും വെടിഞ്ഞ് സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ഓടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ, കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.